അദാനിയുടെ വിഴിഞ്ഞം പോർട്ട് കമ്പനി അതിന്റെ ഓഹരിയുടെ 49% കേരള സർക്കാരുമായിട്ട് ചർച്ച ചെയ്യാതെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറ്റം ചെയ്തിരിക്കുകയാണ്. യഥാർത്ഥത്തില് അവർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഉടമസ്ഥനായ കേരള സർക്കാരുമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. വിഴിഞ്ഞം പോർട്ടിന്റെ ഉടമസ്ഥൻ കേരള സർക്കാരാണ്. അത് PPP മോഡലിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കമ്പനിയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡ്. അവരും കേരള സർക്കാരിന്റെ വിഴിഞ്ഞം ഡെവലപ്മെന്റ് അതോറിറ്റി വിശാലമായിട്ടുള്ള PPP കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പണിയുന്നതും നടത്തുന്നതും. അപ്പൊ നമ്മുടെ ഇതൊരു കൺസെഷനെയറാണ് വിഴിഞ്ഞം പോർട്ട് കമ്പനി. അതിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഉടമസ്ഥതയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കേരള സർക്കാരുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ആ വ്യവസ്ഥ ലംഘിച്ചിരിക്കുക. അതിനുള്ള ധൈര്യം എങ്ങനെ വന്നു? അതിനുള്ള ധൈര്യം ഈ സമുദ്ര മിഷന്റെ പ്രഖ്യാപനത്തിലാണ് ലഭിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് പോയിട്ട് അദാനി കമ്പനി ഉടമസ്ഥന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ ഓഹരി കൈമാറ്റത്തിന്റെ പ്രശ്നം അനൗപചാരികമായിട്ട് ചർച്ച ചെയ്തിരുന്നു എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ചെറിയ ഡീലല്ലട്ടാ നടന്നിട്ടുള്ളത്. എന്താ ഈ ഡീല്? അത് വലിപ്പം നിങ്ങൾ കേൾക്കണം. അതിന്റെ ഡീലിന്റെ വലിപ്പം എന്താണ്? BS സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞം പോർട്ട് കേരള സർക്കാർ നേരിട്ട് നിർമ്മിക്കും. അതിന്റെ പണം വായ്പ എടുക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കും. നിർമ്മിച്ചു കഴിഞ്ഞാൽ നടത്തിപ്പിന് കരാറ് ഏതെങ്കിലും കമ്പനിയുമായി ടെൻഡർ വിളിച്ചു കൊടുക്കും. ഇതാണ് ലാൻഡ് ലോഡ് മോഡൽ. അപ്പൊ നമുക്ക് 1-ാം വർഷം മുതൽ എന്താണ് വരുമാനം അതിന്റെ ഒരു ഭാഗം കിട്ടും. ഇത് കേന്ദ്ര സർക്കാർ ചൈനീസ് കമ്പനിയാണ് നമ്മൾ നിർമ്മിക്കാൻ കരാർ കൊടുത്തതെന്ന് പറഞ്ഞ് റദ്ദാക്കി. ഉമ്മൻചാണ്ടി വന്നു. എന്താ ചെയ്തത് ഇപ്പൊ VD സതീശന്റെ സമുദ്ര മിഷനിൽ പറയുന്ന ഒരു കാര്യമാണ്. കേരള സർക്കാരിന്റെ ലാൻഡ് ലോഡ് മോഡലല്ല, കേരള സർക്കാരല്ല നിർമ്മിക്കുന്നത്. കേരള സർക്കാരിന് പണം ഉണ്ടാക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് നിർമ്മിക്കാനുള്ള ചുമതല അടക്കം നടത്തിപ്പ് മാത്രമല്ല അദാനി ഏൽപ്പിച്ചു. അതാണ് ഈ സമുദ്ര മിഷനിലെ മോഡല്. അദാനി ഏൽപ്പിച്ചു. അദാനിക്ക് ഒരു പോർട്ട് കമ്പനി ഉണ്ടാക്കി, അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡ്. അവരും നമ്മുടെ വിശാലുമായിട്ട് PPP ധാരണയെത്തി. അതുപ്രകാരം ഏതാണ്ട് 9,000-ൽ പരം കോടി രൂപ നിർമ്മാണത്തിന് ചെലവഴിക്കണം. അതിൽ അദാനി മുടക്കേണ്ടി വരുന്നത് 2,500 കോടിയാണ്. ബാക്കി മുഴുവൻ മുടക്കുന്നത് കേരള സർക്കാരാണ്. കേന്ദ്രം തരുന്നു എന്ന് പറഞ്ഞ പണവും വായ്പയാണ്. അതുകൊണ്ട് അദാനി 2,500 കോടി മുടക്കി. ഈ 2,500 കോടി മുടക്കിയതാണ് കേട്ടോ. അതിന്റെ പാതി ഷെയർ 13,000 കോടിക്ക് വിൽക്കണേ. ചെറിയ ഡീലല്ല കേട്ടോ.
മുഖ്യമന്ത്രി വി ഡി സതീശൻ മംഗലാപുരത്ത് ചർച്ച ചെയ്തത് ഇതാണെങ്കിൽ കേരളത്തോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ വഞ്ചനയാണ്. അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് 2500 കോടി മുടക്കിയിട്ടുണ്ട്. ആ പോർട്ടിന്റെ 49% ഷെയർ 13,000 കോടിക്ക്. 2500 കോടി മുടക്കിയിട്ട് അതിന്റെ പാതി 13,000 കോടിക്ക് വെക്കുന്നു. ഇതാണ് നടന്നിട്ടുള്ളത്. ഇത് മുഖ്യമന്ത്രി വി ഡി സതീശന് അറിയാമായിരുന്നു. ഇതാ ചോദ്യം, എന്ത് നിങ്ങൾ ചെയ്യാൻ പോണത്? ഈ സമുദ്ര മിഷന്റെ ഭാഗം ഒന്ന് വായിച്ചു നോക്ക്. ബഡ്ജറ്റ് പ്രസംഗത്തിലുള്ളത് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഇവർ വരുമ്പോ ബാക്കി ഇടപാടുകാർക്ക് തുല്യത കിട്ടുമോ? നമ്മളിവിടെ പണം മുടക്കി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ധാരണയെത്തി ഒരുപാട് സൗകര്യങ്ങൾ, ഏതാണ്ട് 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് പശ്ചാത്തല സൗകര്യങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. നമ്മൾ ചെയ്യുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് അല്ല പുറത്തുനിന്ന് വരുന്ന കമ്പനി പറയുന്ന പശ്ചാത്തല സൗകര്യങ്ങളോ ഇടപാടുകാർ ഉപയോഗിക്കാൻ പറ്റും. ഗൗരവമായ പ്രശ്നമല്ലേ? യഥാർത്ഥത്തിൽ ഈ ഡീലിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത് സമുദ്ര മിഷൻ എന്നുള്ള ആശയം തന്നെ. ലളിതമായ ചോദ്യം വി ഡി സതീശനോട് ചോദിക്കുകയാണ്. ഇടതുപക്ഷം ലാൻഡ് ലോഡ് മോഡലിൽ തുറമുഖം നിർമ്മിച്ച് അദാനിയായിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഒരു നടത്തിപ്പുകാരനെ ഏൽപ്പിച്ച് തുടക്കം മുതൽ അതിന്റെ വരുമാനത്തിനൊരു ഭാഗം കേരള സർക്കാരിന് വേണ്ടിയിട്ട് വേണം എന്ന് പറഞ്ഞ വി എസ് സർക്കാരിന്റെ മോഡലാണോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മോഡലാണ്? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മോഡൽ ഇപ്പൊ ഇവിടെ എത്തി ചിന്തിക്കുകയാണ്.